ചാർലിയിലോട്ട് വരുവാണെങ്കിൽ ചാർലി മലയാളത്തിൽ ഇറങ്ങി, അത് കഴിഞ്ഞ് പിന്നെ മാര എന്ന് പറഞ്ഞ് തമിഴിൽ ഇറങ്ങി. അപ്പോൾ ദുൽഖറിന്റെ ക്യാരക്ടറും മാധവന്റെ ക്യാരക്ടറും രണ്ടും ഡിഫറൻസ് ഉണ്ട്. രണ്ടും ചേട്ടൻ. അപ്പൊ അത് എങ്ങനെയായിരുന്നു? രണ്ട് ക്യാരക്ടർ വരുന്ന രണ്ട് സെയിം കഥാപാത്രങ്ങൾ, അത് എന്താ പറയാ, നമ്മൾ മാലിക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മട്ടാഞ്ചേരി ലൊക്കേഷൻ കാണാൻ വന്ന ഡയറക്ടറൊക്കെ. അപ്പൊ അവിടെ വെച്ചിട്ട് ലൊക്കേഷൻ വെച്ചിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോഴാണ് പറയുന്നത് ഇവര് ഈ മാര എന്നുള്ള സിനിമയാണ്. അപ്പൊ എന്നെ അറിയില്ല അവർക്ക്. മാര എന്നുള്ള സിനിമ ഞങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ സെയിം ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാനാണ് മലയാളം വർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ശരിക്കും പറഞ്ഞാൽ അത് അവര് ചെയ്തത് നമ്മുടെ സിനിമ രണ്ട് സിനിമ, അത് ഇതായിട്ടൊരു ബന്ധപ്പെടുത്താൻ പറ്റില്ല. അല്ല, ക്യാരക്ടേഴ്സ് ആയാലും അവര് ചെയ്യുന്ന സീനായാലും ഒരുപാട് വ്യത്യാസമുണ്ട്. രണ്ട് സിനിമയായിട്ടാണ് പറയാൻ പറ്റുള്ളൂ. ചാർലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചാർലിയിലെ ഡിക്യുവിന്റെ ഗെറ്റപ്പ്, അത് അക്കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു ഹെയർ സ്റ്റൈൽ ആയാലും താടി ആയാലും, ശരിക്കും താടിയാണ് ലുക്ക്. അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് അത്ര വലിയൊരു താടി ആയിട്ടില്ല, ആ ക്യാരക്ടർ വേണ്ട അത്ര താടി ആയിട്ടില്ല. പിന്നെ അതിനു വേണ്ടി നമുക്ക് ഇനിയൊരു അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു 1.5 മാസം കൂടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനകത്തൊരു എക്സ്റ്റൻഷൻ വേറെ കൊടുക്കാം. ഒറിജിനൽ താടി തന്നെ നമുക്ക് അത്ര വലിയ താടി ആക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയ ഒരു 10 ദിവസം അത് യൂസ് ചെയ്തു. പിന്നെ ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ഉള്ളിയുടെ ഒറിജിനൽ താടി ലെങ്ത് കൂടി. അപ്പോൾ ഇവർക്ക് ഇൻട്രൊഡക്ഷൻ എടുക്കണമെങ്കിൽ അത്രയും നല്ല താടി, റിയലായിട്ട് താടി തന്നെ വേണം. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഷെഡ്യൂൾ നമ്മൾ ധനുഷ്കോടി ഷൂട്ട് ചെയ്യുക. ആ സോങ് പാർവതി, ആ സോങ് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഡേ ആണ് ഇൻട്രോ എടുക്കുന്നത്. ഇദ്ദേഹം ഒരു ഫോൺ കോളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഷൂട്ട് ചെയ്ത് അതിന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കമ്മട്ടിപ്പാടത്തിന് വേണ്ടിയിട്ട് ദുൽഖർ പോയി ഫുൾ ക്ലീൻ താടിയെല്ലാം കളഞ്ഞു. അത് കഴിഞ്ഞൊരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് മാർട്ടിൻ്റെ കോൾ വരുന്നത്. കാരണം നമുക്ക് ഇൻട്രോ ഒന്നുകൂടി എടുക്കണം. അത് എടുത്തോ നമുക്ക് പുള്ളിക്ക് വർക്കൗട്ടായില്ല, പുള്ളിക്ക് ഇഷ്ടമായില്ല, അത് അത് അവിടെ വെച്ച് നമ്മൾ ലാസ്റ്റ് ഷെഡ്യൂൾ എന്നുള്ള രീതിയിൽ അവിടെ തന്നെ ചെയ്തു. ഇനി വേറെ ഷെഡ്യൂൾ വയ്ക്കണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ താടി വേണം. ശരിക്കും ആ താടിക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും ലാസ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ വേറൊരു താടിയും വീഴ്ചയും നമ്മൾ ചെയ്തതാണ് ഇൻട്രോ കാണിച്ചേക്കുന്നത്. ഒറ്റ ഷോട്ടേ ഉള്ളൂ, അറിയില്ല, അത് ഒട്ടും മനസ്സിലാകത്തില്ല. നമ്മളത് ഇവിടെ നല്ല ഒരു ഇമ്പോർട്ടൻ്റ് നല്ലൊരു സാധനം ചെയ്തത്.